ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി. അത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജോയേൽ പ്രവാചകനിലൂടെ ദൈവം പ്രവചിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ ഇടപെടൽ സംഭവിക്കുമെന്ന സൂചന പ്രവചനം നാം കാണുന്നത് ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ലാണ്. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈ പ്രവചനം നിറവേറുന്നത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ ആണ്. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് സകലരുടെ മേലും അഗ്നിനാളങ്ങളായി ഇറങ്ങി വരികയും ചെയ്തു. ദർശനങ്ങളും സ്വപ്നങ്ങളും വെളിപാടുകളും ഉണ്ടായ അത്ഭുതകരമായ ആ ദൈവപ്രവൃത്തി നടന്ന പെന്തക്കോസ്താ എന്ന മഹാവിസ്മയം. ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുണ്ടാവാൻ, ആത്മാവ് വർഷിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വരണ്ടുപോയ, തളർന്നുപോയ, മടുത്തുപോയ ഓരോ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലുണ്ടാവാൻ നിങ്ങൾ കൊതിക്കുന്നില്ലേ? ജോയേൽ 2:28 വിശ്വസിക്കുക, അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ദർശനങ്ങളും സ്വപ്നങ്ങളും കാണുന്ന, വെളിപാടുകളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകുന്ന അത്ഭുതകരമായ അതിശയകരമായ ആ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം, ഒരുങ്ങാം. കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ ആഞ്ഞടിച്ച ആ പരിശുദ്ധാത്മ സാന്നിധ്യം കാത്തിരിക്കുന്ന സകലരുടെ മേലും കടന്നു വരും. ഒരുമിച്ച് ഏകമനസ്സോടെ പ്രാർത്ഥനാനിരതരായി ആ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും പെന്തക്കുസ്താ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ 2-ാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.